കാലത്തുറുക്കും മന്ത്രവും അതുപോലെ തന്നെ പ്രാഗത്തായ പ്രാർത്ഥനക്കും നേതൃത്വം കൊടുത്തുകൊണ്ട് പള്ളിയിൽ ഹിതബോധുകയും തനിമങ്ങൾക്ക് ചൊല്ലിക്കൊടുക്കുകയും ചെയ്ത ആത്മാർത്ഥമായ വിഗ്രഹങ്ങളില് മനംകുരുളുന്ന പ്രാർത്ഥനകൾ നടത്തിയ കാക്കത്തറവാട്ടിലെ പണ്ഡിതക്കാരനവര് ഉമർ ഖാൻ റളിയല്ലാഹു തആല അൻഹു ഒരു ഭാഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പച്ചക്കൂപ്പയ്ക്ക് കീഴെ മക്ബറയുടെ മുമ്പിൽ ചെന്നുകൊണ്ട് ഒരു കൊച്ചു കുട്ടി കരയുന്നത് പോലെ ഉമ്മയുടെ മുമ്പിൽ പൊട്ടിക്കരയുന്നത് പോലെ ഈ പച്ചക്കുപ്പയ്ക്കീഴ് അന്വസിക്കുന്ന നദിയുടെ എന്ത് വിഷമം കൊള്ളുന്ന നേതാവേ, ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് അങ്ങിന്റെ പൊരുത്തത്തിന് വേണ്ടിയാ. അതുകൊണ്ട് എന്റെ കൺതടങ്ങളിൽ നിന്ന് നിർഗളിക്കുന്ന ബാഷ്പകണങ്ങളും അവിടത്തോടുള്ള പ്രേമത്തിന്റെ പ്രകടമായ ഉദാഹരണമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കൊച്ചുകുട്ടി കരയുന്നത് പോലെ കരഞ്ഞ് ഇരുമ്പിന്റെ പൊട്ടിത്തുറന്ന് അങ്ങലേക്ക് കടന്ന തഖ്വസ്മരിക്കുന്ന പണ്ഡിതനായ മുറക്കാലി റളിയല്ലാഹു അൻഹു ഒരു ഭാഗത്ത് ആത്മീയ പ്രബോധനം നടത്തുമ്പോ മറുഭാഗത്ത് സാമൂഹ്യ പ്രവർത്തനത്തിനിറങ്ങി ബ്രിട്ടീഷുകാർക്കെതിരെ പ്രവർത്തിച്ച് തീർത്തിപ്പുള്ള ഭീകരതയ്ക്ക് വിരുമാറി കാണിച്ചു കൊടുത്തുകൊണ്ട് നികുതി പിരിക്കാൻ വേണ്ടി വന്ന ബുക്കരി സാഹിബിന്റെ മുഖത്തേക്ക് തുപ്പി എന്താണ് പറയുന്നതെന്ന് ചോദിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഭൂമിക്ക് നികുതിയോ എന്ന് ചോദിച്ച് കൈവീട്ടിക്കൊണ്ട് ജയിലിലേക്ക് പോകാൻ ധൈര്യം കാണിച്ചു കൊടുക്കാൻ റളിയല്ലാഹു അൻഹു ഒരു പണ്ഡിതന്റെ 2 വശമാണ്. അതേ സൗദി അറേബ്യയുടെ തലമുറയിൽ വെച്ച് തൗഹീദ് ശിർക്കിന്റെ ചോദ്യങ്ങൾ കൂരമ്പ് പോലെ വരുമ്പോൾ വ്യക്തമായ അബൂ ഹനീഫ ഇമാമിന്റെയും ശാഫി ഇമാമിന്റെയും ഹംബലി ഇമാമിന്റെയും പാപല്യം ഉൾക്കൊണ്ടുകൊണ്ട് ആദർശം അടിറവക്കാതെ വിധവയും ശത്രുക്കൾക്ക് മുമ്പിൽ പുലിക്കുട്ടിയെ പോലെ ചീറിയെടുത്ത ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അവർകള് കൊട്ടപ്പുറത്തെ കട്ടപ്പാടത്ത് വെച്ച് കുട്ടിമുജാഹിദികളെ മുട്ടുകുത്തിച്ചുകൊണ്ട് അവരുടെ ചോദ്യങ്ങൾ കുരുളക്കുപ്പേര് മറുപടി കൊടുത്ത് അണ്ണാക്കിൽ കുത്തുന്ന ചോദ്യങ്ങൾ തിരിച്ചുവിട്ട് വഹാബിസത്തിന്റെ കോട്ട കൊത്തരങ്ങൾ തകർത്തെറിഞ്ഞ ധീരനായ പുലിക്കുട്ടിയായ കാന്തപുരം ഉസ്താദ് അവർകള് ആ കാന്തപുരം ഉസ്താദാണ് മൗലൂദിന്റെ സദസ്സിലും സിയാറത്തിന്റെ വേദികളിലും ഹബീബിനോട് അഭിസംബോധന ചെയ്യുന്ന ഇത്യാദിയുടെ മാർഗത്തിലും കണ്ണുമിതറിക്കൊണ്ട് കണ്ണുനീരൊളിപ്പിച്ചുകൊണ്ട് പൊട്ടിക്കരയുകയും ആ മഹബ്ബത്ത് ആത്മാർത്ഥമായി തെളിയിച്ചുകൊണ്ട് തന്നെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ സ്വപ്നത്തിൽ നിർദ്ദേശം കൊടുത്തതനുസരിച്ച് ഹസ്റജി വന്നുകൊണ്ട് ലക്ഷക്കണക്കിന് ജനങ്ങളെ സാക്ഷി നിർത്തിയിട്ട് പിന്നാലെ റസൂലുള്ളാഹി തങ്ങളുടെ വിശുദ്ധകേശം ഏൽപ്പിക്കുമ്പോൾ കണ്ണുനീരൊളിപ്പിച്ചുകൊണ്ട് ആത്മാഭിമാനത്തോടെ അതേറ്റുവാങ്ങിയ കാന്തപുരം ഉസ്താദ് അവർകള് ഉമർ ഖാലിയുടെ പിന്തലമുറക്കാരനാണെന്ന് പറഞ്ഞാൽ അസൂയ തോന്നുന്നുവെങ്കിൽ മൂട്ടപ്പൊടി വാരുത്തുന്ന ആത്മഹത്യ ചെയ്യാമെന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. നോക്കിക്കോ നിങ്ങൾ. ബഹുമാനപ്പെട്ട മമ്പറം തങ്ങൾ ഒരു ഭാഗത്തിരുന്നുകൊണ്ട് ഇജാസത്ത് കൊടുക്കുകയും മന്ത്രിച്ചോദ്യം കൊടുക്കുകയും ജാതി മത വ്യത്യാസമല്ലേ എല്ലാവർക്കും സമാധാനം കൊടുക്കുകയും ചെയ്യുന്നതോടൊപ്പം കുതിരപ്പുറത്ത് കയറി ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നയിക്കുകയാണ്. ഇതാണ് പണ്ഡിത പാരമ്പര്യം. മൗലാന ആലിം മുസ്ലിയാരുടെ കഥ മറിച്ചെന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. സയ്യിദുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പൊന്നാനി വിളക്കത്തിരുന്ന് ദർസ് ചൊല്ലിക്കൊടുത്ത പണ്ഡിതനാണ്. കൂട്ടുപ്രാർത്ഥനയും കുരുത്തും നടത്തിയ പണ്ഡിതനാ, കിതാബ് എഴുതിയ പണ്ഡിതനാ, തലപ്പാവും തൊപ്പിയും താടിയും ധരിച്ച പണ്ഡിതനാ. ഈ പണ്ഡിതനാണ് പോർച്ചുഗീസുകാർക്കെതിരെ ധീരമായി മുന്നേറാൻ വിശ്വാസികൾക്ക് ഉത്തേജനം നൽകി തൗഫത്തുൽ മുജാഹിദീൻ എന്ന വിശ്വവിഖ്യാത ഗ്രന്ഥം രചിച്ചത്. ഞാൻ ചോദിക്കട്ടെ, ഈ പാരമ്പര്യം നിലനിർത്തുന്നത് ഇന്ന് കേരളത്തിൽ ആരാന്ന് ചോദിച്ചാൽ ബഹുമാനപ്പെട്ട കാന്തപുരം എന്ന മറുപടിയല്ലേ പറയാൻ കഴിയുന്നത്. ഞാൻ ചോദിക്കട്ടെ, കിതാബ് ഉണ്ടാക്കി കാണിച്ചതാരാ? അറബിയിൽ. മലയാളത്തിൽ കിതാബ് ഉണ്ടാക്കിയതാരാ? 36 ഹജ്ജ് അല്ലാഹ് കബൂൽ ചെയ്യുമാറാകട്ടെ. അതിന്റെ പുറമേ
ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഹജ്ജ് സ്വഹിയാകാൻ വേണ്ടി മലയാള ഭാഷയിൽ ഇത്ര ബൃഹത്തായ ഒരു ഗ്രന്ഥം ഉസ്താദല്ലാതെ മറ്റാരുണ്ടാക്കിയത്? ഹജ്ജിന്റെ സീസണിലൊക്കെ മിനയിലും മുസ്ദലിഫിലൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോ ഈ ബുക്ക് ഇങ്ങനെ കാണിച്ച ആൾക്കാരെടുത്ത് അപ്പൊ എടുത്തു നോക്കുക. അവ ചട്ട അടക്കമുണ്ടെങ്കിൽ ഉറപ്പിക്കാൻ നമ്മൾ അളഞ്ഞാണ്, ചട്ടല്ലെങ്കിൽ ഉറപ്പിക്കാതെ മറ്റേ ആളാണ്. എന്തേ ബുക്ക് കിട്ടുമാണ് ചട്ട കണ്ടും കൂടാ. അങ്ങനെയുണ്ട് ചില ആൾക്കാർ കോഴിമുട്ടയൊക്കെ വാങ്ങുന്നുണ്ട്, ആ കുരുണ് ഒഴിവാക്കിയിട്ട് വെള്ളം മാത്രം തിന്നാ. എന്തേ കുരുവിനോട് അലർച്ച. ഇതേപോലെ ഏപ്പിസ്ഥാന്റെ പേര് കണ്ടുകൂടാ. ആയിക്കോട്ടെ, അൽഹംദുലില്ലാഹ്. എന്നാലും ശരി, ഉപയോഗപ്പെടുത്തുന്നുണ്ടല്ലോ. അറബി ചക്കെന്ന മാതിരിയാണെങ്കിലും അറബിനെ കൊണ്ടുവന്നിട്ട് സ്വീകരിച്ചിരുത്തിയറിഞ്ഞ് ഇരുത്തി വെക്കുമ്പോ ഞാലിപ്പൂവൻ ഒരു ഭാഗത്തും വെച്ചിന്, ചക്ക വരിക്ക ചക്ക ഒരു ഭാഗത്തും വെച്ചിന്. അപ്പൊ ഈ ഞാലിപ്പൂവൻ എങ്ങനെ തിന്നിട്ടെന്ന് അറബിക്ക് അറിയില്ല അത്ര. അപ്പൊ ഇപ്പുറത്തിരിക്കുന്ന ആള് ഈ ചക്ക വരിക്കച്ചക്ക തിന്നിന് കണ്ടപ്പോ അറബി മനസ്സുണ്ടാവും. ദൂരത്തുനിന്ന് കണ്ട ഏകദേശം ഒന്നായി തോന്നുമല്ലോ. ഇപ്പൊ ചിലപ്പോ ചില എല്ലാ ആൾക്കാരും കണ്ട സക്കാഫികളെ തോന്നുന്ന മാതിരി എല്ലാം ഒറിജിനൽ ആകൂലല്ലോ എന്ന മാതിരി ഇത് തോന്നിപ്പോയി. അങ്ങനെ എന്ത് ചെയ്ത് മൂപ്പര് വേഗം തൊലി ഇങ്ങനെ എടുത്തിട്ട് കഴമ്പാടിട്ട് വായക്കണ്ട തോല് ഇങ്ങനെ തിന്നുക. കാരണം വരിക്കച്ചക്ക അങ്ങനെയല്ലേ, കുരു ഒഴിവാക്കിയിട്ട് തൊലി ഇങ്ങനെ തിന്നലാണല്ലോ. എല്ലാം കഴിഞ്ഞ് മൂപ്പർ ഇങ്ങനെ എണീറ്റപ്പോ അറബി ഇങ്ങനെ തോലൊക്കെ ഒഴിവാക്കിയിട്ട് പഴം തൊലിച്ചിട്ട് കണ്ടു. അപ്പൊ അതിപ്പോ ബാക്കിയായി കാണാൻ വിചാരിച്ചു മൂപ്പര് നേരെ ഈ ചക്ക തിന്ന ആള് തിരിഞ്ഞിങ്ങനെ വന്നിട്ട് ഈ കഴമ്പ് തിന്നുക. അറബി അബദ്ധത്തിൽ തിരിഞ്ഞു നോക്കിയപ്പോ കണ്ടത് എന്താ? ഈ അറബി തിന്ന് ഒഴിവാക്കിയിട്ട സാധനം ഇയാൾ തിന്നണതാ. ഇവിടുത്തെ സംസ്കാരം എങ്ങനെ വെക്കും? ഒരാൾ തിന്നതിന്റെ ബാക്കി മറ്റാൾ തിന്നിലേക്ക് വെച്ച് മൂപ്പർ അറബി ഇങ്ങനെ തിരിഞ്ഞു നിന്ന് കടുപ്പത്ത് തിന്നുക. എന്നിട്ടോ ഈ ചക്കക്കൂരൊക്കെ മൂപ്പരും കടിച്ചു മുറിച്ച് തിന്നുക എന്ന് പറഞ്ഞതുപോലെ ആലോചിച്ച് നോക്കാണ്. അതായത് സംഗതി ചട്ട ഒഴിവാക്കിയിട്ടാണെങ്കിലും ഏപ്പിസ്ഥാന്റെ ബുക്ക് കൊണ്ടുപോയിട്ട് അജ്ജിയുണ്ടല്ലോ, അള്ളാഹുത്താൽ എല്ലാവർക്കും നല്ലത് തോന്നിപ്പിച്ചു കൊടുക്കട്ടെ. നമുക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ നല്ലത് തോന്നിപ്പിക്കാൻ അള്ളാന്റെ തൗഫീഖിലില്ലെങ്കിൽ അത്തരം ആൾക്കാരെ ശരണെ തൊട്ട് നമ്മളെയും നമ്മളെ നാട്ടുകാരും നാക്കാലികളെ അള്ള കാത്ത് രക്ഷിക്കട്ടെ. അങ്ങനെ അതാ പറഞ്ഞു നന്നായിട്ടല്ലേ ഇറങ്ങുക. അപ്പൊ ഏതോ ആവട്ടെ, ഞാൻ പറയണ എന്താ പറയുന്നത്, ഈ രീതിയിൽ പഴയകാല പണ്ഡിതന്മാരുടെ പാരമ്പര്യം, ആ പാരമ്പര്യമാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ്. തീർന്നിട്ട് എനിക്ക് കേൾക്കുന്ന രസന്റെ കേട്ടോളിട്ടോ. കേരളത്തിലെ യാഥാസ്ഥിതിക സുന്നികളിൽ ഒരു വിഭാഗം ഇന്ന് AP അബൂബക്കർ മുസ്ലിയാരെ കാണുന്നത് തങ്ങളുടെ നവോത്ഥാന നായകനും പരിഷ്കർത്താവുമായിട്ടാണ്. വെറൊരു മൊയ്ലിയാരല്ല, ഒരു നേതാവല്ല, ഒരു പണ്ഡിതല്ല, മുജദ്ദിദേ സമാൻ അല്ലേ, സുൽത്താനുൽ ഉലമ, ഖമറുൽ ഉലമ, ശൈഖുന, മൗലാന, അങ്ങനെയൊക്കെ നമ്മൾ വിളിക്കുന്നത്. അപ്പൊ ജമാഅത്തെ എഴുതുകയാണ്, ഒരു വിഭാഗം ഇന്ന് കാണുന്നത് നവോത്ഥാന നായകനായിട്ടാണ്. നവോത്ഥാനം എന്ന പരികൽപ്പനയുടെ ദാർശനിക വിവക്ഷ എന്തായിരുന്നാലും ഒരു വിഭാഗത്തിന്റെ മാനസികവും സാമൂഹികവും ഭൗതികവുമായ വളർച്ച സാമൂഹിക ശാസ്ത്രത്തിന്റെ വിശകലന മാനദണ്ഡ പ്രകാരം നവോത്ഥാനം തന്നെയാണ്. ജമാഅത്തെ സാഹിത്യം അങ്ങനെയൊക്കെ ഗംസന ബംസന ദുൽസനകൾ കൊണ്ടെന്നൊക്കെ പറയും. അതായത് നമ്മൾ വെക്കുന്ന അർത്ഥപ്രകാരം ശരിയാണ്, കാന്തപുരം നവോത്ഥാന നായകനാണ്, അതാ പറഞ്ഞതിനാകത്തുക. ഈ അർത്ഥത്തിൽ AP അബൂബക്കർ മുസ്ലിയാർ കേരളത്തിലെ യാഥാസ്ഥിതിക സുന്നികളുടെ നവോത്ഥാന നായകനാണെന്ന് പറയുന്നതിൽ ശരിയുണ്ട്, തെറ്റില്ല എന്നല്ല, ശരിയുണ്ട്. അതിന് വെറൈറ്റി പ്രയോഗ. നീ കേട്ടോളിട്ടോ. ഒറ്റവാക്കിൽ പറഞ്ഞാൽ യാഥാസ്ഥിതിക സുന്നികളുടെ പ്രധാന അസറ്റായ എന്ന് പറഞ്ഞാൽ മർമ്മം, പ്രധാന കഴമ്പായ മുസ്ലിയാക്കന്മാരെ കേട്ടോളി. ഏത് സുന്നികളെ പറ്റി മൊത്തത്തിലാ പറയുന്നത്. സുന്നികളുടെ അസറ്റായ സുന്നി മുസ്ലിയാക്കന്മാരെ അപകർഷതാബോധത്തിൽ നിന്ന് മോചിപ്പിച്ചതിന്റെ ക്രെഡിറ്റ് കാന്തപുരത്തിന് മാത്രം അവകാശപ്പെട്ടതാണ്. എങ്ങനെയുണ്ട്? ഏത് സുന്നി മൊയ്ലിയാക്കന്മാര്? ഞാനിപ്പോ മൊയ്ലിയാരല്ല, ഞാനിപ്പോ ഇതിലൊന്നും കൂടേണ്ട ആളല്ല, ഞാൻ അതിൽ പങ്കെടുക്കണം, ഞാൻ ആ റോഡിന്റെ കാര്യത്തിൽ വേണ്ട, ഞാൻ ആ സാമൂഹ്യ പ്രവർത്തനത്തിൽ ആശുപത്രിന്റെ അവിടെ ഇപ്പൊ എന്താ എനിക്ക്, പോലീസ് സ്റ്റേഷനിൽ എന്താ എനിക്ക്, കളക്ടറേറ്റിൽ എന്താ എനിക്ക്, ഞാൻ മോശ എന്ന് പറഞ്ഞത് അപകർഷതാബോധം. ഈ അപകർഷാബോധത്തിൽ നിന്ന് സുന്നി മുസ്ലിയാക്കന്മാരെ പൂർണ്ണമായും ഉണർത്തിയത് കാന്തപുരം ഉസ്താദും കൂടിയാണ് എന്നല്ല, ഹസ്ര